പറയേട്ടാ, ഏട്ടൻ എൻ്റെ കൂടെ കാണില്ലേ? നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്തിനും ഞാൻ കൂടെ കാണും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ മാത്രം വെച്ച് നമ്മൾ എങ്ങനെയാടാ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്? അതിപ്പോ അമ്മൂനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. അതെങ്ങനെ? അതേട്ടാ, ഒരു 3 വർഷം മുൻപ് ഇവിടുന്ന് റിസൈൻ ചെയ്ത സ്റ്റാഫിൻ്റെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് ആളെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആ, അത് ശരിയാ. വെയിറ്റ്, ഞാൻ മനുവിനോട് പറയാം എത്രയും പെട്ടെന്ന് അവരുടെ ലിസ്റ്റ് എടുക്കാൻ. നീ പറഞ്ഞ ടൈം വെച്ച് നോക്കുമ്പോൾ 3 പേര് നമ്മുടെ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മെയിൽ സ്റ്റാഫും പിന്നെ 2 ഫീമെയിൽ സ്റ്റാഫും. സോ ഇവരിൽ 2 പേരിൽ ആരാണ് അമ്മു എന്നിനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ലേ ഏട്ടാ? സർട്ടിഫിക്കറ്റ്സും മറ്റും ഉണ്ടടാ, ബട്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ലല്ലോ നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. സോ അതൊന്നും ഇതിലില്ല. ഏട്ടൻ വിചാരിച്ച ഏട്ടൻ്റെ ഹോൾഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇനി അതേ മാർഗമുള്ളൂ. കുറച്ച് റിസ്ക് ആണ്, പക്ഷേ നമുക്കത് ചെയ്തേ പറ്റൂ. എത്ര റിസ്ക് എടുത്താലും വേണ്ടില്ല ഏട്ടാ, അവളെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഏട്ടൻ ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചേ, ഞാൻ എൻ്റെ വഴിയും ഒന്ന് അന്വേഷിക്കാം. മേ ഐ കം ഇൻ സർ? കം ഇൻ. ഇയാളെന്താ ഇവിടെ? എന്തു പറ്റി മോളെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അതേട്ടാ, ഞാൻ ഈ ഫയല് തരാൻ വന്നതാ. എടാ അബി, ഇത് ദിയ, ഞങ്ങളുടെ കസിനാ. ഇപ്പോ ഇവളിവിടെ വർക്ക് ചെയ്യുന്നത്. അറിയാം. നിനക്ക് ദിയെ നേരത്തെ അറിയുമോ? ആ, ഞങ്ങൾ മുന്നേ ഒന്ന് പരിചയപ്പെട്ടതായേട്ടാ. ലീവ് ഇറ്റ്. അല്ലേട്ടാ, എനിക്കിതിൻ്റെ ഒരു പ്രിൻ്റ് വേണം. പ്രിൻ്റോ? ദിയ, അബിക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തു കൊടുത്തേക്ക്. എന്താ ഏട്ടാ ഇത്? അത് കൊള്ളാം. എന്താണെന്നറിഞ്ഞാലേ ഇനി മാഡം വർക്ക് ചെയ്യത്തുള്ളോ? ഓ ഹലോ, ഞാൻ എൻ്റെ ഏട്ടനോടാ ചോദിച്ചത്, തന്നോടല്ല. എന്നാലേ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോടാ പറഞ്ഞത്. ഓ, ഇയാളെ ഞാനിന്ന്... അയ്യോ, മതി മതി. ഇപ്പൊ മനസ്സിലായി രണ്ടും എങ്ങനെയാ പരിചയപ്പെട്ടതെന്ന്. ആ ഫയലില് ഇവിടുത്തെ പഴയ സ്റ്റാഫിന്റെ ലിസ്റ്റാ ഉള്ളത്. അതിലുള്ള 2 ഫീമെയിൽ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അത് വേണം അബിക്ക് പ്രിന്റ് എടുത്തു കൊടുക്കാൻ. ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാം. നീ ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചോളാം. ഏട്ടാ, ഇയാളോട് മിണ്ടാതിരിക്കാൻ പറ. എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ നീ ആരാ? ഒന്ന് നിർത്തുവോ 2 പേരും? നിങ്ങളുടെ പ്രശ്നം അതെന്തായാലും നമുക്ക് പിന്നെ പരിഹരിക്കാം. ഇപ്പൊ ഈ കാര്യം നടക്കട്ടെ. എൻ്റെ ഏട്ടാ, ഈ ഓഫീസിലെ വേറെ ആരും ഇല്ലേ ഈ കാര്യം ഏൽപ്പിക്കാൻ? എടാ, അത് പിന്നെ... സാക്ഷിയോ? അല്ലേട്ടാ, സാക്ഷി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? മോൾക്ക് സാക്ഷി അറിയുവോ? ആ, അറിയാം. ഇവൾ എന്റെ കൂടെ പഠിച്ചതാ. വാട്ട്? ഇവള് തന്നെയാണോ നിന്റെ കൂടെ പഠിച്ചത്? അതേന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇവളെന്തിനാ ഇവിടെ വർക്ക് ചെയ്തത്? ഷീ സൂപ്പർ റിച്ച്. എന്താ? തനിക്ക് ഇവളെ കുറിച്ച് എന്തൊക്കെ അറിയാം? അതൊക്കെ ഞാനെന്തിനാ തന്നോട് പറയുന്നത്? ദിയ പ്ലീസ്, നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇവളെക്കുറിച്ച് തനിക്ക് എന്തൊക്കെ അറിയാം? മോളെ, നിനക്കറിയാവുന്നത് പറയടാ. നിനക്ക് ഇവളെക്കുറിച്ച് അറിയാമെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. തൻ്റെ അച്ചുവേട്ടനെ തനിക്ക് വലിയ കാര്യമല്ലേ? അയാൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. സോ പ്ലീസ്, തനിക്ക് സാക്ഷിയെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. അതിന് ഏട്ടനും സാക്ഷിയും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഞങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി താ. അത് പിന്നെ സാക്ഷി എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. പിന്നെ അവളെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. സ്കൂൾ ടൈമിന് ശേഷം പിന്നെ ഞാൻ അവളെ കണ്ടിട്ടുമില്ല. അബി, അപ്പം നമ്മൾ അന്വേഷിക്കുന്ന ആള് സാക്ഷിയാവാൻ ചാൻസ് ഇല്ല. അയാള് അച്ചുവിൻ്റെ കൂടെ കോളേജിൽ പഠിച്ചെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഏട്ടാ, അമ്മുവിൻ്റെ പാരൻസ് മരിച്ചതിന് ശേഷം അവൾ നാട്ടിലേക്ക് വന്നിരുന്നു. പിന്നെ ബാക്കി സ്റ്റഡീസൊക്കെ അവൾ നാട്ടിലാണ് ചെയ്തത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ... അല്ല, അവളുടെ പാരൻസ് മരിച്ചത്
തനിക്കെങ്ങനെ അറിയാം? അപ്പോ സാക്ഷിയുടെ പാരൻസ്? അതേട്ടാ, അവളുടെ പാരൻസ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചിരുന്നു. പക്ഷേ അവൾ നാട്ടിലേക്ക് വന്നോന്നും എനിക്കറിയില്ല. യെസ് ഏട്ടാ, ഇനി ഒരു സംശയവും വേണ്ട. അമ്മുവും സാക്ഷി ഒരാൾ തന്നെയാ. സാക്ഷിയുടെ പാരൻസ് മരിച്ചതിന് ശേഷം അവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ധ്രുവിന്റെ പപ്പയാ. സ്കൂൾ ടൈം സാക്ഷി അബ്രോഡ് തന്നെയാ പഠിച്ചത്. ബട്ട് ബാക്കി സ്റ്റഡീസ് കേരളത്തിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പാ. സോ ഇനി അവളെ കണ്ടെത്തിയാൽ മാത്രം മതി. പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല ഏട്ടാ. ഇതിനോടകം തന്നെ ധ്രുവ് അവളെ സേഫ് ആക്കിയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ അവനെ ആദ്യം പൊക്കണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സാക്ഷി അവളെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണം? ഫസ്റ്റ് ഓഫ് ഓൾ, അവളെന്തിനാ ഇവിടെ വർക്ക് ചെയ്തത്? അതിന്റെ ആവശ്യം അവൾക്ക് എന്താ? അതൊക്കെ തൻ്റെ ഏട്ടൻ തനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ആൻഡ് താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു തെളിവ് ഞങ്ങൾക്ക് തന്നതിന്. ഏട്ടാ, പ്ലേസും ടൈമും ഏട്ടൻ പറഞ്ഞാൽ മതി. ധ്രുവ് അവിടെ എത്തിയിരിക്കും. ശരിയടാ. ഏട്ടാ, സാക്ഷി എന്താ ചെയ്തത്? നിങ്ങൾ എന്തിനാ അവളെ അന്വേഷിച്ച് നടക്കുന്നത്? സാക്ഷി കാരണമാടാ നമ്മുടെ അച്ചുവിൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. എന്താ? അതെ. അബി, ഐ ആം റിയലി സോറി. അന്ന് ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ. ഇറ്റ്സ് ഓക്കെ. ഞാനതൊക്കെ അന്നേ മറന്നു. ആൻഡ് ഐ ആം സോറി ടു. ഞാനും അന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞില്ലേ? ഏയ്, അത് സാരമില്ലടോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. സാക്ഷി അവളാണോ ഏട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതാണോ സത്യമെന്ന് കൃത്യമായിട്ട് അറിയില്ലടാ. അതറിയണമെങ്കിൽ സാക്ഷിയെ നേരിട്ട് കാണണം. തൽക്കാലം മോളറിഞ്ഞ ഇക്കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട. ശരി ഏട്ടാ, എന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഏട്ടൻ ചോദിക്കാൻ മടിക്കണ്ട. ഇപ്പൊ തന്നെ നീ ചെയ്തത് വളരെ വലിയ സഹായവാ. അത് തന്നെ ധാരാളം. അബി, കറക്റ്റ് ടൈമിൽ എത്തിയല്ലോ. നിന്റെ ഉദ്ദേശം എന്താ അബി? നിനക്കിപ്പോ അമ്മുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്തിനാ? എന്റെ ഉദ്ദേശം എന്താണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. നിന്റെ പെങ്ങളന്ന് അച്ചുവിനോട് ചെയ്തത് എന്താണെന്ന് എനിക്കറിയണം. എനിക്കതിനെപ്പറ്റി അറിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പക്ഷേ നിന്റെ പെങ്ങൾക്കറിയാമല്ലോ. അബി പ്ലീസ്, അവളെ ഇനി ഇതിലേക്ക് വലിച്ചിടരുത്. അവൾക്കിന്നൊരു ലൈഫുണ്ട്. ദൈവത്തെ ഓർത്ത് അത് നീ നശിപ്പിക്കരുത്. അപ്പോൾ സന്തോഷത്തോടെ കഴിഞ്ഞ അവരുടെ ജീവിതം നിന്റെ പെങ്ങൾ നശിപ്പിച്ചതോ? എന്താ, നിന്റെ പെങ്ങൾക്ക് മാത്രം മതിയോ നല്ല ജീവിതം? മറ്റാർക്കോ അത് വേണ്ടേ? എടാ, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. ആർക്കോ വേണ്ടി എന്റെ പെങ്ങളുടെ ലൈഫ് നശിപ്പിക്കരുത്. മറ്റാർക്കോ വേണ്ടിയല്ല. നിന്റെ പെങ്ങൾ നശിപ്പിച്ചത് എന്റെ വൈദുവിന്റെ ജീവിതമാ. വൈദു? അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള്. അവളെയാ നിന്റെ പെങ്ങൾ നോവിച്ചത്. അതും അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാടാ കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്? അതുകൊണ്ട് എനിക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞേ പറ്റൂ. അതിനെനിക്ക് നിന്റെ സഹായം വേണം. പറ്റില്ല അബി. എന്നോ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ എന്റെ അമ്മുവിന്റെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ നിന്റെ പെങ്ങൾ കാരണം തകർന്ന എന്റെ അനിയന്റെ അനിയത്തിയുടെ ജീവിതമോ? എന്താ മിസ്റ്റർ ധ്രുവ, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അബി, എനിക്ക് വലുതെന്റെ വൈദുവാ ധ്രുവ. അതുകൊണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഓപ്പോസിറ്റ് നിന്റെ പെങ്ങളായതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും ക്ഷമിച്ച് നിൽക്കുന്നത്. ഞങ്ങളിപ്പോ വന്നതിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അമ്മു, അവളെ ഞങ്ങൾക്ക് കാണണം. എന്താണെന്ന് അവിടെ നടന്നതെന്ന് അവളുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അറിയണം. നടക്കില്ല അബി.
എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എടാ, അവളൊരു പാവമാടാ. അറിയാതെ അറിയാതെ അവൾക്കൊരു അബദ്ധം പറ്റിയതാടാ. ഇതാണോ അബദ്ധം? എന്റെ അനിയൻ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നും അറിയാത്ത എന്റെ നിത്യ എന്താ ചെയ്തത്? അവരുടെ ജീവിതം തകർത്തിട്ട് നിന്റെ അനിയത്തി മാത്രം സുഖമായിട്ട് ജീവിക്കണം അല്ലേ? അറിയാം, എന്റെ അനിയത്തിയെ എല്ലാ തെറ്റും ചെയ്തതെന്ന് എനിക്കറിയാം. അതിന് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഒരുപാട് പശ്ചാത്തപിച്ചിട്ടുള്ളതാ അവള്. ഇനിയും അവളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സംസാരിക്കാം, അയാളുടെ വൈഫിനോട് ഞാൻ സംസാരിക്കാം. ദയവ് ചെയ്ത് എന്റെ പെങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. പക്ഷേ അന്നെന്താ നടന്നതെന്ന് തനിക്കറിയില്ലല്ലോ ധ്രുവ. അതറിയാവുന്നത് തന്റെ പെങ്ങൾക്കല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെയാ കാണേണ്ടത്. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളതും അവളോടാ. അത് മാത്രം നടക്കില്ല അർജുൻ. അവൾ എവിടാണെന്ന് ഞാൻ പറയില്ല. ഞങ്ങളൊന്ന് വിചാരിച്ച തന്റെ പെങ്ങളെ, ഓ സോറി, സാക്ഷിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ തന്റെ വിചാരം? അത് സാക്ഷി, നിന്റെ പെങ്ങള് സാക്ഷിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവളിപ്പോ എവിടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വരില്ല ധ്രുവ. ഞാനത് ചെയ്യാത്തത് ഈ വിഷയത്തിൽ കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാ. കേട്ടില്ലേ? അത്രയും മാന്യത ഞങ്ങൾ നിന്നോട് കാണിക്കുമ്പോൾ അതിന്റെ പകുതിയെങ്കിലും ഞങ്ങളോട് തിരിച്ചു കാണിക്കാം. അഭി, എടാ, എന്റെ പെങ്ങള് നിന്റെ അവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടല്ല ധ്രുവ. പക്ഷേ അവള് കാരണം മനസ്സ് മരിച്ച് ജീവിക്കുന്ന 2 പേരുണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അമ്മു, അവളുടെ ഭർത്താവ് ഇതൊക്കെ അറിഞ്ഞാ ആരും അറിയില്ല. നമ്മുടെ ഫാമിലി അല്ലാതെ പുറത്താരും ഇതിനെപ്പറ്റി അറിയില്ല. അതെന്റെ വാക്കാ. എടാ, അത് ഇനിയും തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യും. അത് തന്റെ അനിയത്തിക്ക് നല്ലതിനായിരിക്കില്ല. എന്നെ തനിക്ക് അറിയാലോ. എന്റെ അനിയന്റെ ജീവിതം തകർത്ത ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. അർജുൻ, പ്ലീസ്, എന്നെ കൊണ്ട് കടുങ്കയൊന്നും ചെയ്യിപ്പിക്കരുത് ധ്രുവ. ഈ 3 വർഷം എന്റെ അനിയനും അനിയത്തി അനുഭവിച്ചത് എന്താണെന്ന് തനിക്കറിയുവോ? എന്റെ അച്ചുവിനെ ഞാൻ എത്രമാത്രം കുത്തി നോവിച്ചിട്ടുണ്ടെന്ന് തനിക്കറിയുവോ? സ്വന്തം വീട്ടിൽ പോലും ഒരു അനാഥനെ പോലെ കഴിയേണ്ടി വന്നവന്റെ അവസ്ഥ, അതൊന്നും തനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കൺസിഡറേഷൻ ഒന്നും തന്റെ അനുജത്തിക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അർജുൻ, പ്ലീസ്, എന്റെ അനുജത്തി കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കൂടുതൽ വിശദീകരിക്കണമെന്നില്ല ധ്രുവ. ഇനി താൻ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തന്റെ അനുജത്തി ചെയ്ത തെറ്റില്ലാതാവില്ലല്ലോ. ഇത് ചെയ്തത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാ ഞങ്ങൾ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത്. തന്റെ അനുജത്തിയുടെ ജീവിതം തകർക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശവും ഇല്ല. പക്ഷേ അവള് ചെയ്ത തെറ്റ് അവള് തന്നെ ഏറ്റു പറയണം. സമയവും സന്ദർഭവും ഞങ്ങൾ പറയും. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പെങ്ങളെ കൊണ്ടുവരേണ്ടത് തന്റെ ഉത്തരവാദിത്വമാ. അഭി, ഞാൻ വണ്ടിയിൽ കാണും. ധ്രുവ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്റെ പെങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. നിനക്ക് നിന്റെ പെങ്ങൾ എങ്ങനെയാണോ അതുപോലെ എനിക്ക് എൻ്റെ വൈദു. പിന്നെ നിന്റെ അനുജത്തിയുടെ ജീവിതത്തെപ്പറ്റി ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അവളുടെ ഭർത്താവിനെ ഞങ്ങളായിട്ടൊന്നും അറിയിക്കില്ല. എടാ, പക്ഷെ സാക്ഷി, നീ ആദ്യം അവളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്. അവള് സത്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ലെങ്കിൽ അപ്പോഴേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഞാനും. മോളെ. ആ, എന്താ അമ്മേ? അല്ല, നാളെ ഏതോ ഗസ്റ്റ് ഉണ്ടെന്ന് അപ്പു പറഞ്ഞല്ലോ. ആരാ അത്? ഗസ്റ്റോ? എന്നിട്ട് എന്നോട് അപ്പൂട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അതെയോ? ഞാൻ വിചാരിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അല്ല, നിത്യമോള് വിളിച്ചോ? അതിന് അവളെന്നെ വിളിക്കാറില്ലല്ലോ അമ്മേ. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ വിളിക്കണം. പണ്ടെപ്പോഴും എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന പെണ്ണാ. ആ അവളുടെ സൗണ്ടൊന്നും ഞാൻ കേൾക്കണമെങ്കിൽ ഇപ്പം അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയാ. സാരമില്ലടാ, അതൊക്കെ പയ്യെ മാറും. ദാ മോളിത് കഴിക്കേ. അയ്യോ, എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ. ആഹാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മര്യാദയ്ക്ക് അങ്ങോട്ട് കഴിക്കു പെണ്ണേ.
അതെ, ഐ ആം സോറി. സോറിയോ? എന്തിന്? അത് പിന്നെ കാര്യം അറിയാതെ ഞാൻ പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അതിന്. ഇറ്റ്സ് ഓക്കെ. ഞാനതൊക്കെ ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ല, അന്ന് പോയ കാര്യം എന്തായി? സാക്ഷി കാണാൻ പറ്റില്ലേ? നാളെ എല്ലാവരും എല്ലാം അറിയും. അധികം വൈകാതെ തൻ്റെ അച്ചുചേട്ടന് അയാളുടെ നിത്യയെ കിട്ടും. വരട്ടെ. നിത്യ ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? സോറി, ഹേർട്ടാക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഇപ്പോ എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു തരം റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ചേച്ചി എത്രത്തോളം സ്നേഹിക്കുന്നില്ലേ? ശരിക്കും ചേച്ചി ഒരുപാട് ലക്കിയാ. തനിക്കിതങ്ങനെ? അത് പിന്നെ വൈദു എന്ന് വിളിക്കുന്ന ഓരോ വിളിയിലും ആ സ്നേഹം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ വഞ്ചിയിലെ യാത്രക്കാരല്ലേ? സാരമില്ലടോ. തനിക്ക് ചേരുന്ന നല്ലൊരാളെ ഉറപ്പായിട്ടും തനിക്ക് കിട്ടും. ചേട്ടനും. എന്താണ്, രണ്ടുപേരും തമ്മിലുള്ള അടിപിടിയൊക്കെ മാറിയോ? അതിന് നമ്മളെപ്പോഴാ അഭിയിട്ട് അടിയിട്ടത്? എനിക്കറിയില്ല. ഓഹോ, ഇപ്പൊ ഞാൻ ആരായി? എന്റെ പൊന്നു കുഞ്ഞെ, ഇനിയെങ്കിലും ഒന്ന് പറ, ആരാ ഗസ്റ്റ്? അതെ, വരുമ്പോ അറിഞ്ഞാ മതി. ദേ ചെറുക്ക, ഇന്നലെ മുതൽ മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങിയതാ. ഇനിയെങ്കിലും ആ തിരുവാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഇനി കുറച്ച് സമയം കൂടല്ലേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട പാറു കൊച്ചേ. എന്റെ പൊന്നു പാറു, നീ എന്തിനാ വെറുതെ അവനോട് ചോദിച്ച് തൊണ്ടയിലെ വെള്ളം വറ്റിക്കുന്നത്? ആരായാലും വരുമ്പോ കാണാലോ. അതാണ്. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. അച്ചു. അത് പിന്നെ ഇന്ന് നീ ഓഫീസിൽ പോവണ്ട. എന്താ? അത് ഒരു ഗസ്റ്റ് ഉണ്ട്. സോ ഇന്ന് നീ ഇവിടെ കാണണം. ഓക്കെ. അമ്മേ, ഏട്ടൻ. ഹലോ. അഭിയോ? കേറി വാടാ കൊച്ചനെ. അല്ല, നീ വരുന്നെന്ന് ഒന്ന് പറഞ്ഞത് പോലും ഇല്ലല്ലോ. ചേടാ, പറഞ്ഞിട്ട് വന്നാലേ അതെങ്ങനെ സർപ്രൈസ് ആവൂ എന്റെ പാറക്കൊച്ചേ? ഓഹോ, അപ്പൊ നീയായിരുന്നോ ഗസ്റ്റ്? അങ്ങനെയും പറയാം. പക്ഷേ മെയിൻ ഗസ്റ്റിന് വരുന്നതേ ഉള്ളൂ. അതാരാടാ? അതൊക്കെയുണ്ട്. അല്ല, എങ്ങനെയുണ്ട് ചേച്ചി? വാവ സുഖായിട്ടിരിക്കുന്നോ? വാവയ്ക്കൊക്കെ സുഖ. പക്ഷേ നിനക്കല്ലേ എന്നെ കാണാൻ വരാൻ സമയമില്ലാത്തത്? തിരക്കായതുകൊണ്ടല്ലേ എന്റെ ചേച്ചി പെണ്ണെ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ വരില്ലായിരുന്നോ? ഉവ്വ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നീ ഓഫീസിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അത് പിന്നെ എനിക്ക് അർജന്റായിട്ട് തിരിച്ചു പോകേണ്ടതുകൊണ്ടല്ലേ. അത് വിട്, ഇപ്പൊ ഞാൻ വന്നില്ലേ. അല്ലെങ്കിലും നിനക്ക് പിന്നെ നിന്റെ വൈദൂനെ മാത്രം മതിയല്ലോ. അങ്ങനൊന്നും ഇല്ല എന്റെ ചേച്ചി പെണ്ണെ. അബി, അവരെത്താറായോ? വന്നുകൊണ്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. ആര് വരുന്ന കാര്യം അബി? അതൊക്കെ പറയാൻ പാറുക്കൊച്ചേ. അതിനു മുൻപ് മറ്റൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുണ്ട്. എന്താടാ അബി, അവിടെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെയൊന്നുമില്ല അങ്കിളെ. പഴയൊരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നത്.
പഴയ പ്രശ്നമോ? എന്ത് പ്രശ്നം? വേറൊന്നുമല്ല, അച്ചുവിൻ്റെയും വൈദുവിൻ്റെയും പ്രശ്നം. അന്ന് അന്നച്ചുവിന് സ്വബോധം നഷ്ടപ്പെട്ടത് അങ്ങനെയായിരുന്നു. ഈശ്വര, എൻ്റെ കുഞ്ഞ്. എന്തിനാ അബി? അവൾ എന്തിനാ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ കുഞ്ഞ് അവളോട് എന്ത് തെറ്റാ ചെയ്തത്? അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഇന്ന് കിട്ടും. അബി, ഹാ സാക്ഷി, ഞാൻ ഐ ആം സോറി സാർ. ഈ ഒരു സോറി കൊണ്ട് ചെയ്ത തെറ്റൊന്നും ഇല്ലാതാവില്ലെന്ന് എനിക്കറിയാം. പറ്റിപ്പോയി. അല്ലെങ്കിലും തൻ്റെ സോറി കൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടം ഇനി നികത്താൻ പറ്റില്ല സാക്ഷി. പിന്നെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരു അവസരം. ഈ കണ്ടുമുട്ടലിനെ അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. അന്ന് അച്ചുവിൻ്റെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്തത് താനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനുശേഷം അച്ചുവിന് എന്താ സംഭവിച്ചതെന്ന് തനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. അന്ന് അച്ചുവിന് എന്താ പറ്റിയത്? ആ ഒരൊറ്റ ചോദ്യത്തിനുള്ള മറുപടി മാത്രം താൻ തന്നാൽ മതി. ഞാൻ നിങ്ങളുടെ ഓഫീസിൽ ജോയിൻ ചെയ്തത് പോലും എൻ്റെ പ്രണയം സാറിനെ അറിയിക്കാൻ വേണ്ടിയാ. കോളേജിൽ പഠിക്കുമ്പോഴും പല പ്രാവശ്യം ഞാനത് പറയാൻ ശ്രമിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല. ഇനിയും വൈകിയ എല്ലാം നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതിയപ്പോൾ, അതുകൊണ്ടാ എൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. പേടിയായിരുന്നു. എന്തിനും ഏതിനും ദേഷ്യപ്പെടാൻ മാത്രം അറിയാവുന്ന സാറിനോട് ഇഷ്ടം തുറന്നു പറയാൻ പേടിയായിരുന്നു. അതിനൊരു അവസരം നോക്കിയിരിക്കുമ്പോഴാ വൈദേഹിയുടെ കടന്നുവരവ്. അവൾ വന്നതിന് ശേഷം സാർ ഒരുപാട് മാറി. സാറിനെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവസരത്തിൽ എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു MR ഗ്രൂപ്പുമായിട്ടുള്ള ഡെയിലി സക്സസ് ആയതിന് സ്റ്റാഫിന് വേണ്ടി ഓഫീസിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തത്. അന്ന് രാത്രി ആരും അറിയാതെ ഞാൻ സാറിനോട് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു. നോ, ഇല്ല, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ സാറിനതൊന്നും ഓർമ്മയില്ല. കാരണം സാറൊന്ന് മദ്യപിച്ചിരുന്നു. പിറ്റേന്ന് സാറിൻ്റെ മറുപടി കാത്തിരുന്ന ഞാൻ ഒന്നും അറിയാത്ത പോലുള്ള സാറിൻ്റെ പെരുമാറ്റത്തിൽ ശരിക്കും ഷോക്കായിപ്പോയി. പല പ്രാവശ്യം ഞാൻ സാറിനോട് പാർട്ടിയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോഴും സാറിൻ്റെ മറുപടിയിൽ നിന്നും അന്ന് നടന്നൊന്നും സാറിന് ഓർമ്മയില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. വീണ്ടും ഒരവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും എല്ലാം പെട്ടെന്നാണ് നടന്നത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപേ സാറിൻ്റെയും വൈദേഹിയുടെ മാരേജ് കഴിഞ്ഞിരുന്നു. ആ ഒരു അറിവിൽ തന്നെ ഞാൻ തകർന്നു പോയിരുന്നു. പിന്നീട് ഒരുതരം വാശിയായിരുന്നു, എനിക്ക് കിട്ടാത്ത ജീവിതം വൈദേഹിക്കും കിട്ടരുതെന്ന്. അങ്ങനെ എൻ്റെ പ്രണയം ഒരു പകയായി മാറി. എല്ലാവരോടും എല്ലാത്തിനോടും ഒരുതരം വെറുപ്പായിരുന്നു എനിക്ക്. ആ പകയിൽ എല്ലാം നശിപ്പിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. പിന്നീട് ഒരിക്കലും
സാറിനെ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം മറ്റൊരുവളെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. എനിക്ക് കിട്ടാത്ത സന്തോഷം മറ്റാർക്കും കിട്ടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനായിട്ട് ഞാനൊരവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലും വൈദേഹി ഇയാളെയും കൂട്ടി ഓഫീസിലേക്ക് വന്നത്. അന്ന് സാറിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും അബിയെ സാറിന് ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അബിയെ വെച്ച് നിങ്ങളെ തകർക്കാൻ ഞാൻ തീരുമാനിച്ചു. തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ഏത് പെണ്ണിനെ അത് സഹിക്കാൻ പറ്റുന്നത്? പക്ഷെ പലപ്പോഴും സാർ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന പാർട്ടിയിൽ ശിവദാസ് സാറിന് പകരം സാറ് വന്നത്. വൈദേഹിക്ക് വേണ്ടി സാറ് മദ്യപാനം നിർത്തിയെന്ന് എനിക്കറിയാം. പക്ഷേ സ്വബോധം നഷ്ടപ്പെട്ടാൽ എൻ്റെ പ്ലാൻ നടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരും അറിയാതെ സാറിൻ്റെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്തത്. താൻ നേരിട്ടാണോ അച്ചുവിന് ഡ്രിങ്ക്സ് നൽകിയത്? അല്ല, വീട്ടിലൊരു സെർവൻറ്റിനെ കൊണ്ടാണ് ഞാനത് ചെയ്യിച്ചത്. സാറിന് ബോധം നഷ്ടമായതിനു ശേഷം ആർക്കും സംശയം തോന്നാതിരിക്കാൻ സാറിനെ കൊണ്ട് ഡ്രിങ്ക്സ് കഴിപ്പിച്ചിരുന്നു. തനിക്ക് ബോധമില്ലേ? ഓൾറെഡി ഡ്രഗ്സ് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഡ്രിങ്ക്സും കൂടെ, അത് അയാളുടെ ജീവൻ ആപത്താണെന്ന് തനിക്കറിയില്ലേ? ബോധം നഷ്ടപ്പെട്ട അച്ചുവിനെ പിന്നെ താൻ എന്താ ചെയ്തത്? അത് പിന്നെ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല സാക്ഷി, സത്യം സത്യമായിട്ട് തന്നെ പറയണം. ബോധം നഷ്ടപ്പെട്ട സാറിനോട് തന്നെയും വൈദേഹിയും ചേർത്ത് ഞാൻ കുറച്ച് നുണകൾ പറഞ്ഞു. വാട്ട്? എന്നെയോ? അതെ. പക്ഷേ ആദ്യമൊന്നും ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ സാർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഡ്രഗ്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയും എഫക്റ്റിൽ പതിയെ ഞാൻ പറയുന്നത് വിശ്വസിച്ചു. എന്തിനാ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്തത്? നിന്നോട് എന്ത് തെറ്റാ അവർ ചെയ്തത്? അഭി, സോറി ധ്രുവ, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ അടി നിന്റെ പെങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്രയെങ്കിലും ആ അമ്മ ചെയ്യണ്ടേ? ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്താ നേടിയത്? 3 വർഷമായി എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വേദന സഹിക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ അമ്മേ മതി, അവര് പൊക്കോട്ടെ. മോനെ, ഇയാള് മാത്രമല്ലല്ലോ അമ്മേ, സ്വബോധത്തിലല്ലെങ്കിൽ കൂടിയും ഞാനും തെറ്റ് ചെയ്തില്ലേ? താൻ പൊക്കോ. ഇനി ഇതിന്റെ പേരിൽ തന്നെ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഐ ആം റിയലി സോറി സർ. ഞാൻ അറിയാതെ ഒരു പൊട്ടബുദ്ധിക്ക് പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ, താൻ പൊക്കോ. അച്ചു, സോറിയടാ, ഏട്ടനോട് ക്ഷമിക്ക്. ഏട്ടൻ നിന്നെ ഒരുപാട് നോവിച്ചല്ലേ? ധ്രുവ, നിങ്ങൾ പൊക്കോ. അബി, എടാ പേടിക്കണ്ട. ഇതിൻ്റെ പേരിൽ ഇനി നിനക്കോ നിന്റെ പെങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആരുടെയും ജീവിതം തകർക്കാൻ ഇവിടുള്ളവർക്ക് അറിയില്ലടാ. ചെല്ല്, ധൈര്യമായിട്ട് പൊക്കോ. ഐ ആം സോറിടാ. ഏട്ടനോട് നീ ക്ഷമിക്കില്ലേ? അതിനെനിക്ക് ഏട്ടനോട് ദേഷ്യമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഒരു വിധത്തിൽ ഞാനും തെറ്റുകാരനല്ലേ ഏട്ടാ? മതി, ഇനി അങ്ങനൊന്നും പറയണ്ട. ഒരുപാട് സഹിച്ചില്ലേ, ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങിയില്ലേ, അത് മതി. ഏട്ടനും അബിയില്ലായിരുന്നെങ്കിൽ അന്ന് എന്താണ് നടന്നതെന്ന് ആരും ഒരിക്കലും അറിയില്ലായിരുന്നു. ശരിക്കും ഏട്ടനോട് ഞാൻ നന്ദിയല്ലേ പറയേണ്ടത്?
നന്ദി പറയേണ്ടത് എന്നോടല്ല, അവനോടാ. നമ്മുടെ കുടുംബം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നത് അവനോട് മാത്രമാ. വെറൊരു നന്ദി കൊണ്ട് മാത്രം ഒന്നും ആകില്ലെന്നറിയാം. പക്ഷേ താങ്ക് യു സോ മച്ച്. അത് വിട്ടേക്കടോ. പക്ഷേ ഈ താങ്ക്സ് ഞാൻ വരവ് വെച്ചേക്കുന്നു. അല്ല പോട്ടാ, ഇനി എപ്പോഴാ മുംബൈക്ക് തിരിക്കുന്നത്? അതിന് ചോദിക്കാനുണ്ടോ? നാളെ തന്നെ പോവാം. മുംബൈക്കോ? അതെന്തിനാ? എന്താ, തനിക്ക് തൻ്റെ നിത്യയെ കാണണ്ടേ? പക്ഷേ നിത്യ, നാളെ നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ അവളെല്ലാം അറിഞ്ഞിരിക്കും. ഇനി മക്കളെല്ലാവരും വാ, ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാം. ഒരുപാടായില്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കണ്ടിട്ട് തന്നെ. ആ, അത് ന്യായം. എനിക്ക് വിശന്നിട്ട് വയ്യ എൻ്റെ പാറുക്കൊച്ചെ. എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. വാടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പോട്ടാ. രാവിലെ ഞാനിങ്ങ് നേരത്തെ എത്തിയേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. സമയം ഇത്ര ആയില്ലേടാ. ഇനി ഫ്ലാറ്റിലേക്ക് പോകണോ? അതെ, ഇന്നിനി എങ്ങോട്ടും പോവണ്ട. അത് സാരമില്ല എൻ്റെ പാറുക്കൊച്ചേ. എന്നാലേ അത് സാരമുണ്ട് എൻ്റെ അബിക്കൊച്ചെ. ഞാനേ നിനക്ക് വേണ്ടി ഗസ്റ്റ് റൂം റെഡി ആക്കിയിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. അത് വേണ്ടമ്മേ. അല്ല, അബിക്ക് എൻ്റെ റൂമിൽ കിടക്കാമല്ലോ. ആ, അത് ശരിയാ. തനിച്ച് കിടക്കുന്നതിലും നല്ലത് അതാ. അല്ല, അബിക്ക് എൻ്റെ റൂമിൽ കിടക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഐ ആം ഓക്കെ. എന്നാ വാ. അച്ചു, എന്താ ഇപ്പൊ ഇങ്ങനൊരു സ്വപ്നമൊക്കെ? ഇനി ഇനി അച്ഛന് എന്തെങ്കിലും അപകടം? ഹേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ശരി, അമ്മ രാവിലെ തന്നെ അവിടെ എത്തിയിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം എല്ലാം പപ്പയെ അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് മതി വൈദുവിനോടെല്ലാം പറയുന്നത്. പിന്നെ തെളിവിന് ഞാൻ തന്ന ആ വീഡിയോ കാണിച്ചാൽ മതി. അതുമല്ല, ഞങ്ങൾ എത്തുന്നത് വരെ അമ്മ വൈദുവിൻ്റെ കൂടെ തന്നെ കാണണം.
ശരി അമ്മേ. താങ്ക്സ് അബി, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതിന്. അതിന് തനിക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തതെന്ന് തന്നോടാരാ പറഞ്ഞത്? ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ വൈദുവിന് വേണ്ടിയാ.